ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുള്ളത് എവിടെ വെച്ചാൽ നമ്മളെ അത്തുലിൻ്റെ ഷോറൂമിലാണ് നടക്കത്ത് പോയാൽ ഇന്ന് ഒരു 3 വണ്ടി തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദിലീപേട്ടൻ വിളിച്ചിട്ട് നമ്മൾ അത്തുലിൻ്റെ ഷോറൂമിലേക്ക് വന്നതാണ്. അപ്പോഴേക്ക് അവിടെ ലോഡ് എത്തിയതേ ഉള്ളൂ, ലോഡ് ഇറക്കിയിട്ടില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെയ്നർ തുറന്നത് തന്നിട്ട് 10 വണ്ടിയാണ് നമ്മളെ ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നുള്ളത്. ഇതിൽ 3 വണ്ടിയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടുള്ളത്. 2 വണ്ടി കണ്ണൂരേക്ക് ഉണ്ട്. അത് നാളെ ഞായറാഴ്ച, അപ്പോൾ തിങ്കളാഴ്ച ഇൻഷാ അല്ലാ കണ്ണൂരേക്ക് പോകും. അപ്പോൾ അതിൽ 10 വണ്ടിയിൽ നിന്ന് 1 വണ്ടി പൈസ ഇറക്കി. പിന്നെ ഇന്ന് സ്റ്റാഫെല്ലാം അവിടെ കൂടുതലുണ്ടായത് കൊണ്ട് നമുക്ക് ഇറക്കേണ്ട ജോലിയൊന്നും കിട്ടിയില്ല. ഇന്ന് എന്താ പറഞ്ഞെങ്കിൽ അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. നമ്മളൊരു 6 വർഷമായിട്ട് അവിടെ ഷോറൂമിലുണ്ടായ ഒരു സ്റ്റാഫ് ഇന്ന് റിസൈൻ ചെയ്തിട്ട് പോകുന്നത്. അവർക്കൊരു ബാങ്കിൽ ജോലി കിട്ടിയെന്ന് പറയുന്ന കാരണം കൊണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുന്നൊരു പാർട്ടി, അതിൽ നമുക്കും കിട്ടി ചെറിയൊരു പാർട്ടി. അങ്ങനെ പാർട്ടീൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ വണ്ടി ഇങ്ങനെ കണ്ടിരുന്ന് ഇതാക്കുന്നുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് അങ്ങനെ വീഡിയോ എടുത്ത് അപ്പോൾ നമ്മൾ തളിപ്പറമ്പിലേക്ക് പോകണം. അപ്പോൾ നമ്മളെ ചാനൽ ഈ വണ്ടീനെ കുറിച്ചിട്ടും പച്ചക്കറീനെ കുറിച്ചിട്ടും ഇതൊക്കെയുള്ള വീഡിയോസെല്ലാം കാണാൻ നിങ്ങൾക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ദിലീപേട്ടൻ്റെ ഫുള്ള് നേതൃത്വത്തിലാണ്. ആ മഞ്ഞ ടോപ്പ് ഇട്ടിട്ടുള്ള കുട്ടി ഉണ്ടായില്ലേ, ആ കുട്ടിയാണ്. കുട്ടിയല്ല ഇപ്പോൾ അമ്മച്ചിയാന്നത്, കാണുമ്പോൾ ഒരു കുട്ടീനെ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, തമാശ പറഞ്ഞത്, അമ്മച്ചിയില്ല, ചെറിയ പെൺകുട്ടിയാണ്. പിന്നെ എന്താണ് പറയുക, അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ട് എൻ്റെ ബഗഡ് കേട്ടിട്ട് ഇങ്ങനെ ട്രോളാനൊന്നും വരണ്ട. അങ്ങനെ ഞങ്ങളിതാ പോകാനുള്ള ഒരുക്കപ്പാടിലാണ് ഗൈസ്. അപ്പോൾ നമ്മളെ തളിപ്പറമ്പിലേക്കുള്ള യാത്ര തുടരാൻ പോവുകയാണ് ഗൈസ്. കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, ദിലീപേട്ടന് ഉള്ള ഹാപ്പിയിലാണ്, വിഷമത്തിലും. 6 വർഷം ഉണ്ടായ സ്റ്റാഫ് പോകുന്നതിൻ്റെ